ഇങ്ങനൊരു മീൻ കറി ഉണ്ടാക്കിയാലേ വെറുതെ ഇരുന്ന് കോരി കുടിക്കും നിങ്ങൾ, അത്രക്ക് ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ് നോക്കുന്നത്. നമ്മൾ 1/2 കിലോ മീനായിട്ട് ഉണ്ടാക്കുന്നത്, മോതാന്ന് പറഞ്ഞ മീനായിട്ടാണ് ഉണ്ടാക്കുന്നത്. അടിപൊളിയാണ്. അതിനൊരു കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചൂടായിട്ട് വരുമ്പോഴേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ല വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ. അതിലേക്ക് ഉലുവ ഇടുക. ഉലുവ ഒന്നിങ്ങോട്ട് പൊട്ടി വരുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി എല്ലാം കൂടെ ചതച്ചതായിക്കാണ്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്നും ഇങ്ങോട്ട് മൂപ്പിച്ചെടുക്കട്ടെ ആ വെളിച്ചെണ്ണയിലിട്ടിട്ട്. അതിൽക്കൊരല്പം കറിവേപ്പില ഇട്ട, അത് ഇടണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. കറിവേപ്പില നമ്മൾ ലാസ്റ്റ് ഇടുന്നുണ്ട്. 2 പച്ചമുളക് നെടു കീറി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ 3 പഴുത്ത തക്കാളി ചെറുതാക്കി എരിഞ്ഞേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. തക്കാളി വേണമെങ്കിൽ അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ, അപ്പോൾ പെട്ടെന്നായി കിട്ടും. എന്നിട്ട് അത് വെന്തതിൻ്റെ ശേഷം മസാലകൾ ചേർക്കുക. നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടെയാണ് ചേർത്തിട്ടുള്ളത്. അത് ആ വെളിച്ചെണ്ണയിൽ കൂടി ഇട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് വറുത്തെടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് ഇതാ അതിലേക്ക് നമ്മൾ കുടംപുളി ഇട്ട വെള്ളം അതിൽ കണ്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് പാകത്തിനുള്ള ചൂടുവെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ കറിക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കറി അത്യാവശ്യം നല്ല കുറുകിയ കറിയായി കരട്ടത്. ഈ കുടമ്പുളിട്ട കറി എന്ന് പറഞ്ഞാലേ ഇന്നുണ്ടാക്കി നാളെ കഴിക്കണം കേട്ടോ. ഈ നല്ല നല്ല രീതിയിൽ ഈ ഗ്രേവി ഇങ്ങനെ തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ കഴുകി പ്രത്യേകിച്ച് മീൻ ഇട്ട് കൊടുക്കുക. ഒന്നാണ്ട് ഇളക്കിയിട്ട് അടിക്കൊക്കെ ആയി കൊടുക്കട്ടെ. ഈ മീൻ ഉടയണ പ്രശ്നം പേടിയില്ല കേട്ടോ ഈ മോദാ മീൻ. എന്നിട്ട് അത് അടച്ച് വെക്കുക. ഒരു 10 മിനിറ്റ് മതി കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞാൽ സാധനം സെറ്റാണ്. സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം 2-3 കറിവേപ്പില വെച്ച് കൊടുക്കുക. ഒരു തുള്ളി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അവിടെ മൂടി വെക്കുക. എന്നിട്ട് ഇങ്ങനെ കപ്പയ്ക്കും പൊറാട്ടയ്ക്കും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ കഴിച്ചാലുണ്ടല്ലോ സൂപ്പറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറി ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളെ രാവിലെ കഴിക്കണം കേട്ടോ. പൊളി, പൊളി, അടിപൊളി.